അള്ളാഹുവിന്റെ നല്ല അടിമകൾ ഇങ്ങനെ ദുആ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഹബ്ലനാ ഞങ്ങൾക്ക് നീ സംഭാവന നൽകണമേ, മിൻ അസ്വാജിനാ ഞങ്ങളുടെ ഇണകളിൽ നിന്നും, വദുരിയാതിനാ ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഖുറത അയുനിൻ കണ്ണിന് കുളിർമ സംഭാവനയായി നൽകണമേ, വജ്അൽനാ ഞങ്ങളെ നീ ആക്കണമേ, ലിൽ മുത്തഖീന ഇമാമാ മുത്തഖീങ്ങളുടെ ഇമാമാക്കണമേ. അപ്പൊ മക്കൾ സംഭാവനയാണ്. സംഭാവനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സംഭാവന ഉദ്ദേശത്തിനനുസരിച്ചാണ് കിട്ടുക എന്നുള്ളതാണ് സംഭാവനയുടെ പ്രത്യേകത. പള്ളിപ്പണിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു ഒരാളോട്. അപ്പൊ പറഞ്ഞു 5 ലക്ഷം റുപ്യ ഞാൻ തരാറുണ്ട്. പള്ളിയുടെ മൂത്രപ്പുരൊന്ന് നേരാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 5 ലക്ഷം തരാന്ന് പറഞ്ഞാൽ പറഞ്ഞവന് സുഖമില്ല എന്ന് മനസ്സിലായല്ലോ. കാരണം അത് ആകെ 2 ലക്ഷം റുപ്യന്റെ പരിപാടിയേ ഉള്ളൂ. അയക്കെന്തിനാ 5 ലക്ഷം റുപ്യന്റെ അതിന്റെ ആവശ്യം? പള്ളിയുടെ മൂത്രപ്പുര പൊളിച്ച് പണിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ ശരി ഞാനൊരു 10,000 റുപ്യ തരാം എന്നാണ് അപ്പ പറയണ്ടേ. പള്ളി പൊളിച്ച് പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ എന്നാ 5 ലക്ഷം റുപ്യ തരാമെന്ന് അപ്പ പറയണം. ആവശ്യത്തിനനുസരിച്ചാണ് സംഭാവന. മക്കൾ സംഭാവനയാണ്. മക്കൾ സംഭാവന ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ളതാണ് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് എന്തിനാണ് മക്കൾ അതിനനുസരിച്ചുള്ളതാ കിട്ടുക. നല്ല വിചാരത്തോടുകൂടെ ചോദിക്കുന്നതും നല്ല വിചാരത്തോടുകൂടെ നൽകുന്നതും അതാണ് സംഭാവന എന്ന് പറഞ്ഞത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചാണ് കിട്ടുക എന്നുള്ളതാണ്. മക്കൾ നന്നാവാനുള്ള ദുആ ഗർഭം ഉണ്ടാകുന്നതിന് മുന്നേ വേണമെന്നാണ്. ശേഷം ഏതായാലും വേണം, വേണ്ടെന്നല്ല ഈ പറഞ്ഞത്. പക്ഷേ ഗർഭം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ മക്കൾ സ്വാലിഹീങ്ങളാവാനുള്ള ദുആ നടന്നിരിക്കണം എന്നതാണ്. അതുകൊണ്ട് മക്കൾ സംഭാവനയാണ്.